മിഹിർ അഹമ്മദ് എന്ന 15 വയസ്സുകാരൻ്റെ ആത്മഹത്യ അതൊരു ഉത്തരമില്ലാത്ത ചോദ്യം പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓരോ ഭാഗത്തും ഓരോ ദിവസവും ട്വിസ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ ഉപ്പയുടെ പരാതിയിലാണ് ഇപ്പോൾ വലിയൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ആ പരാതി ചെന്നെത്തി നിൽക്കുന്നത് അവൻ്റെ അമ്മയ്ക്കെതിരായിട്ടാണ്. അങ്ങനെ ഒരുപാട് ദുരൂഹതകൾ കൊണ്ട് സമ്പന്നമായി മാറിയിരിക്കുകയാണ് ഈ മിഹിർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പയ്യൻ്റെ മരണം. കാരണം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു റാഗിങ്ങിലൂടെയാണ്, അതിൻ്റെ പ്രഷർ കൊണ്ടാണ് അവൻ മരണപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല, അങ്ങനെയല്ല അതൊന്നും സംഭവിച്ചിരിക്കുന്നതെന്നാണ് അവൻ്റെ അച്ഛൻ ആരോപിക്കുന്നത്. അതെ, ഷാരിക്ക് ഇപ്പൊ പറഞ്ഞതുപോലെ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചൊരു വാർത്തയായിരുന്നു അത്. ഈ മിഹിർ എന്ന് പറയുന്ന പയ്യന്റെ അമ്മയുടെ ഒരു കത്തിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഇത് തന്നെയായാലും ഈ ഒരു റാഗിംഗ് സമ്പ്രദായം കാലാകാലങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ സ്കൂൾ തലത്തിലുള്ള ഒരു റാഗിംഗ് ഇത്രയും ഭയാനകമാണെന്നും ഇത്രയും ക്രൂരമാണെന്നുമുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം പുറം ലോകം അറിഞ്ഞത്. അതായത് ഈ കുട്ടിയുടെ ചാറ്റിൽ നിന്നൊക്കെയാണ് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത്. അതായത് കുട്ടി ജീവനോടെ ഉള്ളപ്പോൾ മാതാപിതാക്കൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് ഇതൊന്നും തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്ത് തന്നെയാണെങ്കിലും മരണത്തിന് ശേഷം ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഈ ഒരു സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ ഈ അച്ഛൻ രംഗത്ത് വന്നു എന്ന് ഇപ്പം ശാരിക പറഞ്ഞു. അതിനുശേഷമാണ് ഓക്കെ ഇവര് സെപ്പറേറ്റഡ് ആണ്, കുട്ടി താമസിക്കുന്നത് അമ്മയുടെയും രണ്ടാം അച്ഛന്റെയും കൂടെ ആണെന്ന വിവരം പോലും ഞാൻ മനസ്സിലാക്കുന്നത്. ശാരിക്ക് അങ്ങനെയായിരുന്നു. അതെ അതെ, പൗർണമി, അത് നമ്മൾക്കിപ്പോൾ ടെസ്റ്റ് ഇപ്പം നമ്മൾ തന്നെ ഈ വാർത്ത ഒരു ഡിസ്കഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മളന്ന് ഈ പറയുന്ന റാഗിങ്ങിനെ കുറിച്ചും കക്കൂസ് നക്കിച്ചതിനെ കുറിച്ചും ഒക്കെ നമ്മൾ വാർത്തയിൽ പറഞ്ഞിരുന്നു. അതും നമ്മൾ പ്രലോകം അറിയാൻ കാരണം അവന്റെ അമ്മയുടെ തുറന്ന കത്ത് 30 ജനുവരി 30 അവന്റെ അമ്മ പോസ്റ്റ് ചെയ്തൊരു തുറന്ന കത്തിലൂടെയാണ്, അവന്റെ ചാറ്റുകളിൽ നിന്ന് അവർക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവൻ മരിക്കുന്നത് ജനുവരി 15 തീയതിയാണ്. ചാടി മരിക്കുന്ന ജനുവരി അപ്പാർട്ട്മെന്റിന്റെ ആഡംബര അപ്പാർട്ട്മെന്റിന്റെ 23ാമത്തെ നിലയിൽ നിന്ന് ചാടി മരിക്കുകയാണ് ചെയ്യുന്ന വ്യക്തി, ആ കുട്ടി. അപ്പോൾ 21 തീയതി, അതായത് ഈ ജനുവരി 21 തീയതി ഇവന്റെ അച്ഛൻ ഗൾഫിലാണ്, അദ്ദേഹം ഖത്തറിലെങ്ങാണ്ട് വർക്ക് ചെയ്യുന്നു, ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ അദ്ദേഹം ഒരു തുറന്ന കത്ത് അല്ലെങ്കിൽ ഒരു തുറന്ന പരാതി പോലീസിൽ കൊടുത്തിരുന്നു. അതായത് എൻ്റെ മകൻ ഇങ്ങനെ മരിക്കില്ല ഒരിക്കലും, അതായത് ആത്മഹത്യ ചെയ്യില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഈ പറയപ്പെടുന്ന മാറ്റപ്പെട്ട ജം സ്കൂളിൽ നിന്ന് അവനെ മാറ്റി, അവൻ ഈ പറയത്ത കുസൃതിയുള്ള കുട്ടി ആയിരുന്നില്ല. അച്ഛനും മകനും ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. സ്വാഭാവികം, ഒരുപാട് അച്ഛനും അമ്മമാരും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ മദറായിട്ടും സെപ്പറേറ്റ് വേറെ വിവാഹം കഴിച്ചൊക്കെ ജീവിക്കുന്നുണ്ട്. ഇവർ രണ്ടു കൂട്ടരും ഇപ്പോൾ കല്യാണം കഴിച്ച് സെപ്പറേറ്റ് ജീവിക്കുന്നവരാണ്. മകനായതിനു ശേഷമാണ് അവർ സെപ്പറേറ്റഡ് ആകുന്നത്. ബട്ട് അപ്പോഴും അച്ഛനും മകനും തമ്മിൽ നല്ല ഊഷ്മളമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. മിക്കപ്പോഴും വീഡിയോ കോളിലൂടെയും ചാറ്റിലൂടെയും ഒക്കെ അവർ ബന്ധപ്പെട്ടിരുന്നു. അച്ഛന്റെ ചാറ്റ് ഹിസ്റ്ററിയിലൊക്കെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ചാറ്റൊക്കെ ഇപ്പൊ പുറത്ത് വരുന്നു. അപ്പോൾ അതെ, പക്ഷെ അപ്പോഴും അവൻ അവിടെ സംതൃപ്തനല്ലെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. കാരണം അവന് ഒരു ഫ്രീഡവും ഇല്ല, അതോടൊപ്പം തന്നെ ഭയങ്കര ടോർച്ചറിങ് ആണെന്ന രീതിയിലൊക്കെ അവൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അമ്മ ഉപദ്രവിക്കുമായിരുന്നു, അടിക്കുമായിരുന്നു. പറഞ്ഞല്ലോ മുൻപ് വേറൊരു സ്കൂളിൽ നിന്ന് മാറ്റിയത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അതെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ മരണം സംഭവിച്ച അല്ലെങ്കിൽ ഈ അമ്മയുടെ തുറന്ന കത്തിന് ശേഷമൊക്കെ വലിയൊരു ചർച്ചയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ജം സ്കൂളിൽ, അതെ, ആദ്യം പഠിച്ച ജം സ്കൂളിൽ വെച്ച് സസ്പെൻഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് മാനസികമായിട്ട്, അതായത് സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല, ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ആദ്യത്തെ ആ ഒരു ചർച്ചയിൽ നമ്മൾ അടക്കം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഗ്ലോബൽ സ്കൂളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, ഇവൻ ഇങ്ങനെ ഈ റാഗി ചെയ്യപ്പെട്ടു എന്നതിന് പറയത്തക്ക തെളിവുകളൊന്നും സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു തെളിവുകൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല, കണ്ടെടുക്കാനും സാധിച്ചിട്ടില്ലെന്നാണ് സ്കൂളുകാരുടെ മെയിൻ പ്രൂഫായിട്ട് അല്ലെങ്കിൽ മെയിൻ തെളിവായിട്ട് കാണിക്കുന്നത് ഈ മിഹിറിന്റെ മൊബൈൽ ഫോണുകളിലുള്ള ഗ്രൂപ്പുകളും അതിനുള്ളിലെ ചാറ്റുകളും. അതായത് സീനിയർ വിദ്യാർത്ഥികൾ തമ്മിലാണെന്ന് തോന്നുന്നു. ഈ മിഹിറിനെ കൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ടോയ്ലറ്റ് നക്കിപ്പിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ആ ചാറ്റ് ഹിസ്റ്ററിയിലുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തുറന്ന കത്തുകളെല്ലാം പറയപ്പെടുന്നു. പക്ഷെ അപ്പോഴും ആ പയ്യൻ, അവന്റെ വാപ്പ പറയുന്നത്, എനിക്കും എൻ്റെ, അതായത് അവൻ്റെ അച്ഛൻ പറയുന്നത്, എനിക്കും എൻ്റെ ഭാര്യയ്ക്കുമാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം വരുന്നത്, അതിനുശേഷം മതി നാട്ടുകാർക്കുള്ള ഉത്തരവാദിത്വം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാളെന്ന് കൃത്യമായ മറുപടി നൽകണം. കാരണം ഈ സമയത്ത് അവൻ്റെ അമ്മ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നതാണ് പറയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ രണ്ടാം അച്ഛൻ ഇവനെ പലവട്ടം വിളിച്ചിരുന്നു. കോളിൻ്റെ ഇടയിൽ, അവർ തമ്മിലുള്ള കോളിൻ്റെ ഇടയിൽ അവൻ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്തു. എന്നിട്ട് പിന്നീട് വിളിച്ചപ്പോൾ അവൻ കോൾ എടുക്കുന്നില്ല. അതിനുശേഷം അവൻ്റെ കോളിനെ കണക്ട് ചെയ്യാനായിട്ട് അവിടുത്തെ സർവൻറ്റിനെയും അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനെയും അവൻ്റെ അമ്മയൊക്കെ ഇയാൾ വിളിച്ചിരുന്നു എന്നൊക്കെയാണ് കോൾ റെക്കോർഡ് പറയുന്നത്. അദ്ദേഹം അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. അതായത് അടിമുടി ദുരൂഹതയാണ്. കാരണം അദ്ദേഹം നോക്കുമ്പോൾ അവിടുത്തെ CCTV രംഗങ്ങൾ നോക്കുമ്പോൾ 4 മണി സ്കൂൾ വിട്ട് 4 മണി കഴിഞ്ഞ പയ്യൻ വളരെ ഹാപ്പി ആയിട്ട് ഫ്ലാറ്റിലേക്ക് കയറിപ്പോയ കുട്ടി, അതിന് തൊട്ട് 30 ദിവസങ്ങളിൽ അച്ഛാ ഞാൻ നാളെ വിളിക്കാം, ഞാൻ ഓക്കെയാണ്, ഹാപ്പിയാണെന്ന് പറഞ്ഞൊരു കുട്ടി ഒരിക്കലും ഡിപ്രഷനിലാണെന്ന് അവൻ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പുറത്തു വന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിൽ ഒരു കാര്യമുണ്ട്, എനിക്ക് അമ്മ ഇനഫ് ടൈം, എനിക്ക് വേണ്ട സമയം എന്നോട് സംസാരിക്കാനോ എനിക്ക് വേണ്ടി അമ്മ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊരു പരാതി കുട്ടി അച്ഛനോട് പറയുന്നുണ്ട്. സ്വാഭാവിക
സ്വാഭാവികമായിട്ടും സെപ്പറേറ്റഡ് ആണ്, അവർ മറ്റൊരു ജീവിതത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഈ മകനെ അവർ കൂടെ നിർത്തുമ്പോൾ, കൂടെ ഉള്ളപ്പോൾ അവർ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ആ ഉത്തരവാദിത്വം അവർ കാണിക്കണം അല്ലേ? സമയം കൊടുക്കണം. സിംഗിൾ മോമോ അല്ലെങ്കിൽ സിംഗിൾ ഡാഡ്സോ ഒക്കെ മക്കളെ ഏറ്റെടുത്ത് കൊണ്ടുപോരുമ്പോൾ അവര് ആ ഒരു, അതായത് അച്ഛന്റെ അമ്മയുടെയും ചുമതല അവരവിടെ ചെയ്യണം. ആ ഉത്തരവാദിത്തം എടുക്കാമെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ വാശി പിടിച്ച അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പേരിലായാലും കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ മറ്റൊന്ന് പറഞ്ഞാൽ അച്ഛൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അമ്മ ശ്രദ്ധിക്കും, അമ്മ ശ്രദ്ധിച്ച് അച്ഛൻ ശ്രദ്ധിക്കും, ആ ലെവലിൽ നിന്ന് മാറി സെപ്പറേറ്റഡ് ആകുമ്പോൾ പ്രത്യേകിച്ചും രണ്ടാനച്ഛൻ സ്റ്റെപ്പ് ഫാദറിന് എല്ലാ മക്കളും ഹൃദയം കൊണ്ട് അംഗീകരിക്കില്ല. 90% അത് ഫെയിലിയർ ആണ് സംഭവിക്കുക. തിരിച്ചും അങ്ങനെ തന്നെയാണ്, മദേഴ്സിനെ അംഗീകരിക്കണമെന്നില്ല. പക്ഷേ ഇവിടെ അതൊക്കെ ശ്രദ്ധിക്കണം. അവന്റെ പ്രായം ഒരു ടീനിലേക്ക് കയറിയതേ ഉള്ളൂ. അപ്പൊ അവന്റെ ആ ഒരു വിഷമങ്ങളും വൈകാരികമായിട്ടുള്ള തലങ്ങളും എല്ലാം അന്വേഷിക്കേണ്ടതും അറിയേണ്ടതിരുന്ന അമ്മ അവനെ അന്വേഷിച്ചില്ലെങ്കിൽ പിന്നെ ആരറിയാനാണെന്നാണ് അദ്ദേഹം ചോദിക്കാതെ ചോദിക്കുന്നത്. അതോടൊപ്പം അവർ ചോദിക്കുന്ന പോലെ 21-ാം തീയതി ഇയാൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കുറെ സംശയങ്ങൾ ഇയാൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് 30-ാം തീയതി ഇവർ തുറന്നു കത്തും കൊണ്ടുവരുന്നത്. എന്തുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ അവരത് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം മകൻ ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് അമ്മമാർ സമരത്തിനിരിക്കും. അങ്ങനെ ഒരു പ്രകടനങ്ങളൊന്നും അവിടെ കണ്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ തുറന്ന കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ പറഞ്ഞ മിഹിറിന്റെ ഫാദർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രണ്ടാനച്ഛന് നേരെയും അമ്മയ്ക്ക് നേരെയാണ്. കാരണം കാലം വളരെ മോശമാണ്, അമ്മ എന്തെങ്കിലും ചെയ്തു അങ്ങനെയുള്ള ചിന്തകൾ വരാം. അവൻ എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു. അവന്റെ ജെം സ്കൂളിൽ നിന്ന് മാറ്റിയ വിവരം പോലും അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം രണ്ടുപേരുടെ ഉത്തരവാദിത്തത്തിൽ വളരുന്ന മകനാണ്, അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവര് കാരണമായിട്ട് പറയുന്ന ജെം സ്കൂളിൽ നിന്ന് മാറ്റുന്നതിന് മുൻപായിട്ട് സസ്പെൻഷനായി, അത് കഴിഞ്ഞ് 10 ദിവസം എക്സ്റ്റെൻഡ് ചെയ്തു, പിന്നെ എക്സാം ഒക്കെ ഈ കുട്ടീനെ ഐസൊലേറ്റ് ചെയ്ത് ഒരു റൂമിൽ കൊണ്ടിരുത്തി ഒറ്റയ്ക്കിരുത്തി. അപ്പോൾ അതൊക്കെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോഴും ആ സ്കൂളുകാർ ഒരിക്കലും ഡിസ്മിസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. എന്തോ പ്രശ്നമുണ്ടായി, അതിനൊരു ശിക്ഷ എന്ന രീതിയിൽ സസ്പെൻഷൻ കൊടുത്തു. അതിന്റെ ഭാഗമായിട്ടുള്ള ദിവസങ്ങളിൽ പരീക്ഷകൾ വന്നു. അപ്പോൾ അത് ഐസൊലേറ്റ് ചെയ്ത് എഴുതിപ്പിച്ചു. ഓക്കെ, ഇതൊക്കെ ഒരു കുട്ടിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയുന്ന സാധ്യതകളുള്ള ഏരിയകളാണ്. പക്ഷെ സ്റ്റിൽ എന്തിന് അപ്പോഴും ആ കുട്ടിയെ മാറ്റി എന്നുള്ളതിനൊരു വ്യക്തമായ അത് തന്നെയാണ് ഫാദറും പറയുന്നത്. ഒരു ഫാദർ എന്ന നിലയിൽ ഇപ്പൊ പറഞ്ഞ സെപ്പറേറ്റഡ് ആയാലും മകനെ അന്വേഷിക്കുന്ന ഫാദർ ആണെങ്കിൽ, ഇപ്പൊ കുറെ ഫാദർമാരുണ്ട്, ഇപ്പൊ സെപ്പറേറ്റഡ് ആയാലും മകനെ തിരിഞ്ഞു നോക്കത്തില്ല, അല്ലെങ്കിൽ മകളുടെ കാര്യങ്ങളൊന്നും നോക്കാത്ത കുറെ അങ്ങനെയുള്ള അച്ഛന്മാരുണ്ട് ലോകത്ത്. നല്ല കാര്യം, ചെലവിന് കൊടുക്കണ്ടല്ലോ, അവൻ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന് ചിന്തിച്ച് നിൽക്കുന്നവരുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മകന്റെ കാര്യങ്ങൾ നോക്കുകയും അവനെ അന്വേഷിക്കുകയും അവനോട് വീഡിയോ കോൾ ചാറ്റും ദിവസവും കണക്കിന് മകന്റെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഫാദർ ആയതുകൊണ്ടാണ് 10 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പരാതി കൊടുത്തു. അതായത് 15 ദിവസം മരിച്ചു. അതിന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വയനാട്ടിലാണ് അവരുടെ നാടെന്ന് പറയുന്നത്. വയനാട്ടിൽ കൊണ്ട് കബറടക്കി കഴിഞ്ഞതിന് ശേഷം 21-ാം തീയതി അദ്ദേഹം പരാതി കൊടുത്തു. ഇങ്ങനെ സംശയം ഉന്നയിച്ച് അദ്ദേഹം പരാതി കൊടുത്തിരുന്നു. എൻ്റെ മകന്റെ മരണം അങ്ങനെ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു കുട്ടിയല്ല, അവൻ അത്രയ്ക്ക് ബോൾഡ് ആയിരുന്നു, ഇവർ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അവൻ ഉണ്ടായിരുന്നില്ല, അവനെ ജെം സ്കൂളിൽ നിന്ന് മാറ്റേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പോട്ടെ, മാറ്റിയെങ്കിൽ തന്നെയും അത് ഒരിക്കലും ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ല. ജസ്റ്റ് കൊളോക്കിയലായിട്ട് സംസാരിച്ചപ്പോൾ അറിയാതെ വായിന്ന് വീണതാണ് സ്കൂളിൽ നിന്ന് മാറ്റിയെന്നുള്ളത്. അതുപോലും അവർ ചെയ്യില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. സോ അവൻ ഹാപ്പി ആയിട്ട് ആ ഫ്ലാറ്റിൽ കയറിയ സമയവും അതിനുശേഷം നടന്ന അരമണിക്കൂർ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് ആരോപിക്കുന്നത്. സ്കൂൾ വിട്ട് വന്ന് അധിക സമയം ആവുന്നതിന് മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയെന്നാണ് അല്ലേ? അതെ, അതായത് അരമണിക്കൂർ സമയം. അതായത് അവൻ ആ സ്കൂളിൽ നിന്ന് വളരെ സന്തോഷവാനായി വീട്ടിലേക്ക് വരുന്നു. അതിനുശേഷം ഒരു ഫോൺ കോൾ, രണ്ടാനച്ഛന്റെ ഫോൺ കോൾ അവന് വരുന്നുണ്ട്. അതിൽ എന്തോ ഷൗട്ട് ചെയ്തിട്ടോ ഡിപ്രസ്ഡ് ആയിട്ടോ ഫോൺ ആ മിഡിൽ ഓഫ് ദ കോൾ അവൻ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇയാൾ പലവട്ടം ഇവനെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് എന്തിനായിരുന്നു, രണ്ടാനച്ഛൻ എന്തിനായിരുന്നു പിന്നീട് പലവട്ടം ഇവനെ കോൾ ചെയ്യാൻ ശ്രമിച്ചത്? അപ്പോൾ അവർ പറഞ്ഞു നിർത്തിയ സംഭാഷണം ഏത് പോയിന്റിലായിരിക്കാം? അത് ഫിയർസ്ഫുൾ ആണോ, അതോ ത്രട്ടണിങ് ആണോ, അതോ എന്തെങ്കിലും ഡിപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഈ കോൾ റെക്കോർഡിങ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബറിന്റെ ആൾക്കാരുടെ ആ പോലീസിന്റെ ഏതൊരു വകുപ്പിനോട് കൂടി തന്നെ ചേർന്ന് വിദഗ്ധ അന്വേഷണം നടത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നഷ്ടപ്പെട്ടത് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മകന്റെ ആ ഒരു വേർപാട് എനിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ്, എൻ്റെ വേദന ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ കാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തലത്തിലാണ് വിദ്യാർത്ഥികൾ, നമ്മൾ ചിന്തിക്കാത്ത തലത്തിലാണ് അമ്മമാർ, നമ്മൾ ചിന്തിക്കാത്ത തലത്തിലാണ് അച്ഛന്മാർ, നമ്മൾ ചിന്തിക്കാത്ത തലത്തിലാണ് പെൺകുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനൊരു കുഴഞ്ഞ സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. സോ നമ്മൾ നമ്മുടെ മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സാദ്യം മനസ്സിലാക്കുക, അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. ഇത്രയും അധികം റാഗ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇവർ പറയുമ്പോഴും അത് അവന് എന്തുകൊണ്ട് അവന്റെ അമ്മയോട് ഷെയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അച്ഛനോട് പോലും അവൻ ഷെയർ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇതൊക്കെ PR വർക്കിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. സ്കൂളിന്റെ PR വർക്കിന്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കടങ്കഥകൾ പോലെയാണ് ഇതിപ്പോൾ കേൾക്കുന്നത്. സോ എന്തായാലും പോലീസ് ഒരു സമഗ്ര അന്വേഷണം ഇതിൽ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മിഹിർ എന്ന ആ പയ്യന്, അകാലത്തിൽ മരിച്ചുപോയ ആ പയ്യന് നീതി കിട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.